അസ്സലാമു അലൈക്കും പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ. മോഡേൺ അറബിക് ലേണിങ്ങിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ഇൻ അറബിക്. അറബിയിലെ ഗ്രീറ്റിംഗ്സ് ആണ്. വളരെ ചെറിയ ക്ലാസ്സാണ്, നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏത് ഭാഷയിലായാലും ഗ്രീറ്റിംഗ്സ്, അതായത് ഒരാളെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്ന പ്രക്രിയ എല്ലാ ഭാഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് അറബിയിൽ. അറബികളുടെ ഒരു സംസ്കാരം അത് ഗ്രീറ്റിംഗ്സ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബേസിക്, ഫോമൽ ആൻഡ് പൊളൈറ്റ് ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആണ് പഠിക്കാനുള്ളത്. വളരെ കുറഞ്ഞ ക്ലാസ്സുകൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, കുറഞ്ഞ ഭാഗങ്ങളാണ് ഇതിലുള്ളത്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് കോമൺ അറബിക് ഗ്രീറ്റിംഗ്സ് ആണ്, ജനറൽ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ്. അതിൽ ഒന്നാമത്തേത് മർഹബൻ. മർഹബൻ എന്ന് പറഞ്ഞാൽ ഹലോ. നമുക്ക് ഇംഗ്ലീഷിൽ ഹലോ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഗ്രീറ്റിംഗ് ആണ്. ഇതിന് റെസ്പോൺസ് ആയിട്ട് മർഹബൻ എന്ന് തന്നെയാണ് പറയാം. നെക്സ്റ്റ് അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. അപ്പോൾ അതിന് തിരിച്ച് റെസ്പോൺസ് വഅലൈക്കും അസ്സലാം എന്ന് പറയും. നെക്സ്റ്റ് അഹ്ലൻ വസഹ്ലൻ, വെൽക്കം, സ്വാഗതം പറയുകയാണ്, വെൽക്കം എന്ന് പറയും. അപ്പോൾ അതിന് തിരിച്ച് അറബിയിൽ അഹ്ലൻ ബിക് എന്ന് പറയും. ഇതാണ് ജനറൽ ഗ്രീറ്റിംഗ്സ്. ഇനി ഇതിൽ പറയാൻ പോകുന്ന മറ്റൊരു ഫ്രേസസ് ആണ് ഫെയർവെൽ ഫ്രേസസ്. അതായത് നമുക്ക് വിട പറയുമ്പോൾ ഒരാളുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് പറയുന്ന ഫ്രേസസ്, അതാണ് ഫെയർവെൽ ഫ്രേസസ് എന്ന് പറയാം. അതിന് അറബിയിൽ ഒന്നാമത്തേത് മഅസ്സലാമ. ഒരാൾ പോകുമ്പോൾ പറയാം മഅസ്സലാമ, ഗുഡ് ബൈ എന്നർത്ഥം. ശരിക്കും അതിൻ്റെ ലിറ്ററൽ മീനിങ്, അതായത് പദാനുപദ അർത്ഥം വിത്ത് സേഫ്റ്റി എന്നാണ്. അതായത് സേഫായിരിക്കുക എന്നുള്ള അർത്ഥമാണ്, സലാമത്ത് ഉണ്ടാവുക എന്നർത്ഥം. ഇനി ഇലൽ ലിഖാ. ഇലൽ ലിഖാ എന്ന് പറഞ്ഞാൽ സീ യു ലേറ്റർ, വീണ്ടും കാണാം എന്നാണ്. അതുപോലെ വിദാൻ. വിദാൻ എന്ന് പറഞ്ഞാൽ വിട. ഇതാണ് ഫെയർവെൽ ഫ്രേസസിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ. ഇനി മോർണിംഗ് ആൻഡ് ഈവനിങ് ഗ്രീറ്റിംഗ്സ്, രാവിലെയും വൈകുന്നേരവും പറയുന്ന ഗ്രീറ്റിംഗ്സ്. അത് സ്പെഷ്യലായിട്ടുള്ള പദങ്ങൾ അറബിയിൽ വേറെ ഉണ്ട്. അതാണ് സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ച് അറബിയിൽ സബാഹൻ നൂർ. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ സബാഹൻ നൂർ എന്ന് പറയും, തിരിച്ച് റെസ്പോൺസ്. ഇനി മസാ അൽ ഖൈർ. മസാ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിൽ പറയുന്ന പദമാണ് ഗുഡ് ഈവനിങ്. അതിന് തിരിച്ച് പറയുമ്പോൾ മസാ അൻ നൂർ. രണ്ടിൻ്റെയും മീനിങ് ഒന്നായിരിക്കും, പക്ഷെ പറയുന്ന വാക്കിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇനിയുള്ളത് ഒരു ഹൗ ആർ യു എന്ന് എങ്ങനെ നമുക്ക് ചോദിക്കാം, അതിന് എങ്ങനെ റിപ്ലൈ പറയാം എന്നുള്ളതാണ്. ഹൗ ആർ യു, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന പദമാണ് ഹൗ ആർ യു. അത് അറബിയിൽ കൈഫ ഹാലുക്ക് എന്ന് പറയും. ഒരു ആണിനോട് പറയുകയാണെങ്കിൽ കൈഫ ഹാലുക്ക് എന്ന് പറയും, ഹൗ ആർ യു. അപ്പോൾ അതിന് തിരിച്ച് മറുപടി കിട്ടേണ്ടത് എങ്ങനെയായിരിക്കും? അന ബിഖൈർ ശുക്രൻ എന്നാണ്. അന ബിഖൈർ ശുക്രൻ, ഐ ആം ഫൈൻ, താങ്ക് യു. ഇനി ഒരു പെണ്ണിനോടാണെങ്കിൽ കൈഫ ഹാലുക്കി എന്നാണ് ചോദിക്കുക, ഹൗ ആർ യു. അതിന് ഉത്തരമായിട്ട് മറുപടി പറയേണ്ടത് ലാ ബഅസ, ലാ ബഅസ, നോട്ട് ബാഡ്, കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഖൈറാണ് എന്നൊക്കെ പറയൂലേ, ആ ഉത്തരമാണ്, ആ റെസ്പോൺസാണ് അതിന് വരിക. അപ്പോൾ ഹൗ ആർ യു എന്ന് പറയുന്നത് രണ്ടിനും വ്യത്യസ്തമായ രീതികളാണ്. അന ബിഖൈർ ശുക്രൻ എന്നാണ് ആണിന് റിപ്ലൈ കൊടുക്കുക. പെണ്ണിനോടാണെങ്കിൽ അവൾ റിപ്ലൈ കൊടുക്കേണ്ടത് ലാ ബഅസ, ഇങ്ങനെയാണ്. ഇനി അവസാനമായിട്ട് ഗ്രീറ്റിംഗ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും പൊളൈറ്റായിട്ട്, ഏറ്റവും മാന്യമായിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് പറയുന്നത്. അതിൻ്റെ അർത്ഥവും കൂടെ നമുക്ക് പഠിക്കാം. മിൻ ഫദ്ലിക്, പ്ലീസ് എന്ന് പറയും. പ്ലീസ് അത് ആണിനോടായാലും പെണ്ണിനോടായാലും സെയിം ആണ്. മിൻ ഫദ്ലിക് എന്നാണ് പറയുക, മിൻ ഫദ്ലിക്. അതുപോലെ ശുക്രൻ, താങ്ക് യു. താങ്ക് യു എന്ന് പറയുന്നതിന് ശുക്രൻ എന്ന് പറയും. അഫ്വൻ, ഒരാൾ പോയി ലാസ്റ്റ് പോകുന്ന സമയത്ത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത് അഫ്വൻ എന്നാണ്. യു ആർ വെൽക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ശുക്രൻ പറഞ്ഞാൽ അതിനെ തിരിച്ചു കൊടുക്കേണ്ട റിപ്ലൈ അഫ്വൻ എന്നാണ്. അതുപോലെ എക്സ്ക്യൂസ് മീ, സോറി എന്നൊക്കെ പറയുന്നതിനുള്ള രണ്ടിനും ഉപയോഗിക്കുന്ന പദം ഉദ്റൻ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീറ്റിംഗ്സിൽ മേജറായിട്ട് പഠിക്കാനുള്ള ഫോമലായിട്ടുള്ള പദങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക്, അഡ്വാൻസ്ഡ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് ആയ ലെവൽ വരെ നമ്മളിതിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു റോൾ പ്ലേ ഗ്രീറ്റിംഗ്സ് ചെയ്യുക. അതായത് അറബിക് ഗ്രീറ്റിംഗ്സും എല്ലാം കൃത്യമായി കേട്ട് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.